എന്റെ വൈഫിനെയൊക്കെ വെള്ളം പൊട്ടി ലീക്കായി ഇവിടെയൊക്കെ കൊണ്ടുവന്നത്, മനസ്സിലായ? അപ്പൊ ആ അവസ്ഥയിൽ ഈ അകത്ത് വന്നവരുടെ അല്ലെ ബ്ലീഡിംഗ് ആയി വന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പ്രസവ മുറിക്ക് അതിൽ ഉണ്ടോ കറണ്ട്? നിങ്ങൾ അന്വേഷിച്ചത് ഉണ്ടോ? ഡെലിവറി റൂമിൽ കറണ്ട് ഉണ്ടോ ഇല്ല നിങ്ങൾ അന്വേഷിച്ചു? അവസ്ഥ അതിൽ എന്റെ കൊച്ചു 10-38 ദിവസമായിട്ട് NICU കടന്നിട്ട് അതിനെ മാറ്റിയൊക്കെ ചെയ്തത്. അവരിപ്പോ വാർഡിലോട്ട് എത്തി. അപ്പൊ ഈ അവസ്ഥയിലുള്ള കുട്ടികളെയൊക്കെ ഇതിന്റെ അകത്ത് കടന്ന് എന്തെങ്കിലും പറ്റി ഇവർ ഉത്തരവാദിത്വം പറയുമോ ഇല്ലയോ? ഈ വരുന്നവർക്ക് എന്താണ് ഇവരുടെ പ്രതികരണം? ഇവരൊന്നും മിണ്ടില്ല. ചേച്ചിമാരെ ഇറക്കിയത് ലിഫ്റ്റിലല്ല, പ്രഗ്നൻസിയാ. അവരെ ലിഫ്റ്റിൽ ഇറക്കേണ്ടത് നടവഴി ഇറക്കിയപ്പോ ആ ചേട്ടായി ഇറക്കിയിട്ട് വന്നേപ്പോ 4 ചേച്ചിമാർ ലിഫ്റ്റിന്റെ അകത്ത് എന്താണ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഇറക്കിയത് എന്തോ ചെയ്യാനേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യിപ്പോ, അല്ലാണ്ട് കറണ്ട് ഇല്ലാണ്ട് അവർക്ക് ആകെ ചൂടെടുത്ത് അവരെ ഊപ്പാട് വന്നിരിക്കുകയാണ്. എന്ത് കറണ്ട് വന്നാ മറ്റു മതി, എല്ലാരും കറണ്ട് വന്നാ മറ്റു മതി. ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു ചേരുകയാണ്. ശ്രീ പി കെ രാജു, എന്തുകൊണ്ടാണ് SIT പോലൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി അധികമായി കറണ്ട് ഇല്ലാത്തത്? ഇപ്പോഴും എപ്പോൾ കറണ്ട് വരും എന്ന് പറയാൻ കഴിയാത്തത്? ഞാൻ ജനിച്ചു വളർന്ന് എന്നെ പ്രസവിച്ച ആശുപത്രിയിലാണ്. ഇവിടെ 10-40 വർഷം 30 ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഉണ്ടാവാത്ത ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ആവശ്യം വൈദ്യുതി തിരിച്ച് പുനഃസ്ഥാപിക്കണം. അതിന് ട്രാൻസ്ഫോമർ വന്നു കഴിഞ്ഞു. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ട്രാൻസ്ഫോമർ ഓണാവും. ഓണായതിനു ശേഷം എന്താണോ അതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പ് പ്രത്യേകം തന്നെ അന്വേഷിക്കാനുള്ള എന്താണ് വീഴ്ച, എങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഗവൺമെന്റ് പരിശോധിക്കേണ്ടത്, എങ്ങനെയുണ്ടായി. അല്ല ശ്രീ പി കെ രാജു, ഇതിപ്പോ 2 മണിക്കൂർ ആവുന്നല്ലോ, 2 മണിക്കൂറിലധികമായി. കറണ്ട് പോകുന്ന കുറ്റം പറയാൻ കഴിയില്ല, സാങ്കേതിക പ്രശ്നം കുറ്റം പറയാൻ കഴിയില്ല, ഇനി ജനറേറ്റർ കേടായി അതും കുറ്റം പറയാൻ കഴിയില്ല. ഇത് 3 മണിക്കൂറോളം ആകാൻ പോകുന്നു. ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഷ്ടമല്ലേ രാജു? അടിയന്തരമായി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് വീഴ്ച വന്നത് അത് ആരോഗ്യവകുപ്പ് കണ്ടുപിടിക്കും. ശരി സാർ, വീഴ്ച പിന്നെ പരിശോധിക്കാം. ഇപ്പൊ അവർ പറയുന്നത് അവിടെ ICUവിൽ കറണ്ട് ഉണ്ടോ എന്നറിയില്ല, NICUവിൽ കറണ്ട് ഉണ്ടോ എന്നറിയില്ല, ആൾക്കാർ ശ്വാസം മുട്ടി കിടക്കാണോ എന്നറിയില്ല എന്നൊക്കെ വലിയ ഭീതി കൂട്ടിരിപ്പാർ പറയുകയാണ്. അടിയന്തരമായി താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാൻ എന്താണ് സാർ നമുക്ക് ഇപ്പോഴും കഴിയാത്തത്? എമർജൻസി ഇവിടെ എത്തിക്കഴിഞ്ഞു, 10 മിനിറ്റിനുള്ളിൽ പുനഃസ്ഥാപിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു 3 മണിക്കൂറോളമായി നമുക്കൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഷ്ടമല്ലേ ശ്രീ പി കെ രാജു? ഞാനിപ്പോ ഓച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു അരമണിക്കൂർ ആയതുള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം എല്ലാവരും വിളിച്ചു വരുത്തി, PWD-കാരെ വിളിച്ചു വരുത്തി, സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി, KSEB-കാരെ വിളിച്ചു വരുത്തി, അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ കുറ്റപ്പെടുത്തി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അവരുടെ സങ്കടം കണ്ടിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഈ കൂട്ടിരിപ്പാര് വലിയ എനിക്ക് 30-40 ദിവസമായ വീട്ടിൽ പിഞ്ചു കുഞ്ഞിന്റെ മോളെ കുട്ടിയുണ്ട്. എനിക്കതിന്റെ വേദന അറിയും, നന്നായി അറിയുന്ന ആളാണ്. തന്നെ നമ്മള് മന്ത്രി തലത്തിൽ തന്നെ ഇടപെടുകയും നമ്മുടെ PWD മിനിസ്റ്ററും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെയും മന്ത്രി ലെവലിൽ വിളിച്ചറിയിക്കുകയും നമ്മളിവിടെ എത്തുകയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി ആദ്യം എൻഷുർ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് എല്ലാവരും സുരക്ഷിതരാണ്, കുട്ടികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ കാഷ്വാലിറ്റിയിൽ തന്നെ പേഷ്യൻസ് വന്ന ഉടനെ തന്നെ നമ്മൾ ICUവിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ പേഷ്യന്റ് കെയറിൽ പ്രോബ്ലം വന്നിട്ടില്ല, ഇതുവരെയും പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. 2 ദിവസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം അല്ലല്ല, ഇപ്പൊ 2 മണിക്കൂറായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അത് വന്നിട്ട് ഇന്ന് അവര് KSEB റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മെയിന്റനൻസ് വർക്കാണ്. ആ മെയിന്റനൻസ് വർക്ക് RM യൂണിറ്റിന്റെ മെയിന്റനൻസ് വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇന്ന് 12-ാം തീയതിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നു. സെപ്റ്റംബർ 12-ന് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഇവിടുത്തെ പുതിയ ജനറേറ്റർ ഇൻസ്റ്റാൾ ആയിട്ടില്ലായിരുന്നു. അപ്പൊ പുതിയ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നവരിക്കും PWD ഇലക്ട്രിക്കൽ ഇവിടുത്തെ ഇലക്ട്രിക്കൽ വിങ് സമയം ചോദിച്ചായിരുന്നു. അപ്പൊ അത് PWD ഇലക്ട്രിക്കൽ ഒരു പെർമിഷനോട് കൂടി ഇന്ന് അവർ വർക്കിന് എടുത്തു, സൺഡേ ആയതുകൊണ്ട്. പക്ഷെ അത് റീചാർജ് ചെയ്തപ്പോൾ, വർക്ക് കഴിഞ്ഞ് റീചാർജ് ചെയ്തപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഇത് കയറിയില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ഇത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒന്നും പ്രശ്നമല്ല, നമ്മൾ പേഷ്യന്റിന്റെ സുരക്ഷിതം മാത്രം നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇത് KSEB ലെവലിൽ ഈ റീചാർജ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിൽ ചാർജ് കയറിയില്ല. അപ്പോഴത്തേക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 ജനറേറ്ററിൽ പഴയ ജനറേറ്ററിൽ ഒരു ഇത് വന്നു. അങ്ങനെ പവർ ഫെയിലിയർ മുടങ്ങുമ്പോഴേക്കും അടിയന്തര സംവിധാനം ഉണ്ട്. നിങ്ങൾ സ്വീകരിക്കേണ്ട 2 ജനറേറ്റർ ഉണ്ടല്ലോ, 2 ജനറേറ്റർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നോക്കുന്ന ഇലക്ട്രിക്കൽ വിങ് ആണ്, PWD ഇലക്ട്രിക്കൽ വിങ് ആണ്. അപ്പൊ ഇത് നമ്മുടെ തലത്തിലുള്ള പ്രോബ്ലം അല്ലായിരുന്നു. ഇത് പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആക്ട് ചെയ്തു. മന്ത്രി ലെവലിൽ തന്നെ ഇത് PWD മിനിസ്റ്ററായിട്ടും ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. വർക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് KSEB ചാർജ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിൽ ചാർജ് കയറാത്തതാണ് പ്രശ്നം. ഇവിടുത്തെ ട്രാൻസ്ഫോമർ, ലോക്കൽ ട്രാൻസ്ഫോമറിൽ ആ ചാർജ് കയറിയിട്ടില്ല. റീചാർജ് ചെയ്തപ്പോൾ എന്തുകൊണ്ടോ ചാർജ് കയറിയില്ല. അതിന്റെ വിഷയം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഇതിപ്പോ PWD ഇലക്ട്രിക്കലും KSEBയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അല്ലാതെ നിലവിൽ ICU കുട്ടികളുടെ ICUലൊന്നും ഒരു പ്രശ്നവുമില്ല. സൂപ്രണ്ട് പറയട്ടെ. ഒരു മിനിറ്റ്. ഇല്ല, നമ്മുടെ പീഡിയാട്രിക് ICU, ന്യൂബോൺ ICU ഇതിലെല്ലാം കറണ്ട് ഉണ്ട്. കാരണം ഇത് മൊത്തം ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ കാഷ്വാലിറ്റി വന്ന സിക്കായ പേഷ്യൻസിനെ എല്ലാം അപ്പോൾ നമ്മൾ പീഡിയാട്രിക് ICUലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം രോഗികൾക്ക് പ്രശ്നമില്ലാത്ത സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നിലവിൽ നമ്മുടെ ജനറേറ്റർ അവിടെ താഴെ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ചാർജ് ചെയ്യും. ഒരു വണ്ടി വന്നു 15 മിനിറ്റിനകം റെഡി ആവുമെന്നാണ് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. ഇന്നത്തെ അഡ്മിഷൻ നമുക്ക് നോക്കിയാൽ നമ്മുടെ സീനിയർ നഴ്സിംഗ് ഓഫീസറിന്റെ കണക്കെടുത്താലേ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, നമ്മുടെ ICUകള്, ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് എല്ലാവരും സേഫാണ്. നിങ്ങൾ അങ്ങനെ ആൾക്കാർക്ക് ഒരു ആശങ്ക വരുന്ന രീതിയിലുള്ള കാര്യങ്ങളില്ല. ഉള്ള ഒരു കാര്യം, വാർഡിലും നമ്മുടെ കാഷ്വാലിറ്റികളിലും നമുക്ക് കുറച്ച് സപ്ലൈ ഇല്ല. അപ്പോൾ നമ്മൾ എമർജൻസി ലൈറ്റ് വെച്ച് നമ്മളിപ്പോൾ നോക്കുകയാണ്. പക്ഷെ കുട്ടികൾക്കും അമ്മമാർക്കും ഒരു അപകടവും വരുന്ന രീതിയിലുള്ള ഒരു വിഷയങ്ങളും നിലവിലില്ല. പക്ഷെ ഇവര് വെറുതെ ഇങ്ങനെ ഒരു ആശങ്ക കൂടുതൽ പ്രശ്നമാകുകയാണ്. അത്രയ്ക്കുള്ള ആശങ്കപ്പെടാനുള്ള കാര്യങ്ങളില്ല. ദയവ് ചെയ്ത് പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ല. ട്രാൻസ്ഫോമറില് വലിയ പ്രശ്നം വന്നു. അതാ KSEBയുടെ ട്രാൻസ്ഫോമർ അല്ല, നമ്മുടെ SATക്ക് ട്രാൻസ്ഫോമർ ഉണ്ട് മെഡിക്കൽ കോളേജിന്. അപ്പൊ അതിന്റെ വിഷയം വന്നപ്പോൾ നമ്മുടെ ജനറേറ്ററുകൾ രണ്ടും ഓടിക്കൊണ്ടിരുന്ന രണ്ടിൽ ഒരു ജനറേറ്റർ വൈകിട്ട് 7:30 കൂടിയാണ് പ്രശ്നമായത്. ഇല്ല, നമ്മുടെ ട്രാൻസ്ഫോമർ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ടെക്നിക്കൽ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഉടനെ വന്ന പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം എന്ന് പറയുന്നത്, ആശങ്കപ്പെടാതെ നമ്മുടെ രോഗികളും അമ്മമാരും ഇരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുക. ഉടനെ തന്നെ കറണ്ട് വരുന്നതാണ്. കാഷ്വാലിറ്റി, പീഡിയാട്രിക് കാഷ്വാലിറ്റിയിലില്ല. പക്ഷേ പീഡിയാട്രിക് ICU, ന്യൂബോൺ ICU അതിലെല്ലാം നമുക്ക് കറണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ആ ബ്ലോക്ക് ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല. ആൾക്കാരെ ഒന്ന് പോയി നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാന്നുള്ളത് പ്രശ്നമില്ല. അപകടകരമായ ഒരു അവസ്ഥയില്ല. നമുക്ക് ഇതിനകത്ത് C ലെവലിലുള്ള എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും താഴെ ഉണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ജനറേറ്റർ ഇവിടെ ക്യാമ്പസിനകത്ത് നമ്മുടെ കേടായ ജനറേറ്റർ റൂമിന്റെ അവിടെ ജനറേറ്റർ ലോറി എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ചാർജ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പുറത്ത് നിൽക്കുന്നവർക്കുള്ള മറുപടി, പേഷ്യൻസ് എല്ലാവരും സുരക്ഷിതരാണ്. ICUയിൽ കിടക്കുന്നവരൊക്കെ സുരക്ഷിതരാണ്. എല്ലാം മന്ത്രി തലം തൊട്ട് എല്ലാവരും, എഞ്ചിനീയർ മുതൽക്ക് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമ്മളെല്ലാവരും അതിന്റെ കാര്യം നോക്കുന്നുണ്ട്. ഞങ്ങൾ പേഷ്യൻസിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസിന് സേഫ്റ്റിയും ഒരു ആപത്തും വരാതെ നിങ്ങൾ അതിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സൂപ്രണ്ട് ഉൾപ്പെടെ. അപ്പൊ അതിന് ജനങ്ങളുടെ അടുത്ത് ആശങ്കപ്പെടേണ്ട എന്ന് നിങ്ങളൊരു വാക്ക് വെളിയിൽ പറയേണ്ട അത്യാവശ്യമുണ്ട്.